എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒരുപാട് നാളായിട്ട് എന്നോട് ആവശ്യപ്പെടുന്ന റെസിപ്പിയാണ്. അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് പാലക് പനീർ. അപ്പോൾ പനീറിൻ്റെ 2-3 റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പാലക് പനീറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല പോഷക സമൃദ്ധമായ ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾക്ക് പാലക്ക് കുട്ടികളെ എങ്ങനെയെങ്കിലൊക്കെ കഴിപ്പിക്കണം എന്ന് അമ്മമാരുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പാലക് ചപ്പാത്തിയും പാലക് പൂരിയും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ബേസിക്കലി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അടുക്കി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പാലക് പനീർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാലക് പനീർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം പാലക്ക് എടുത്ത് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു അരിപ്പയിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്ക് എപ്പോഴും നന്നായി വാഷ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ വിചാരിക്കുക അത്ര മണ്ണൊന്നും ഉണ്ടാവില്ല എന്ന്, പക്ഷേ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അതായത് ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ നന്നായി വാഷ് ചെയ്യുക. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലങ്ങ് ഇട്ട് വെക്കുക. എന്നിട്ട് ആ പാലക്കിന് മേലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ താഴെ ഇങ്ങനെ നിറച്ച് മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അത്രയും മണ്ണുണ്ടാവും. മാത്രമല്ല ഇതിൽ കൂടെ കുറേ പുല്ലുകളും ആവശ്യമില്ലാത്ത കുറേ ഇലകളും ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബേബി പാലക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നോർമലായിട്ടുള്ള പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേബി പാലക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബേബി പാലക്കാണ് കേട്ടോ. കാരണം അതിന് ഭയങ്കര പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസില്ലേ, പാലക്ക് ആപ്പിൾ ജ്യൂസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ബേബി പാലക്ക് വീട്ടിലെപ്പോഴും വാങ്ങിച്ചു വെക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബാക്കി കുറച്ച് സാധാരണ പാലക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലക്കിൻ്റെ ഈ ഞെട്ടി ഭാഗം ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് സൂപ്പിന് വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പാലക് ചപ്പാത്തിയൊക്കെ നമ്മൾ ഉണ്ടാക്കാറില്ലേ, പാലക് പൂരി, അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ തണ്ട് ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ സൂപ്പിൽ ക്ലിയർ സൂപ്പായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പാലക്കിൻ്റെ തണ്ട് വേവാൻ കുറച്ചും കൂടി സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു പച്ച നിറം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല മാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു വലിയ കൈ പിടിയുള്ള പാലക്ക്, അതാണ് ഒരു അളവെന്ന് പറയുന്നത്. ഒരുപാടങ്ങ് പാലക്ക് വേണ്ട. അപ്പോൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അങ്ങ് വെള്ളം നന്നായി തിളയ്ക്കട്ടെ. തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മുടെ പാലക്ക് ഇടുക. എന്നിട്ടൊരു 10-20 സെക്കൻഡ് മാത്രം ഒന്ന് ബോയിൽ ചെയ്യുക. അതിന് ശേഷം അങ്ങ് എടുക്കുക. ഒരുപാട് നേരം പാലക്ക് കുക്ക് ചെയ്യാൻ പാടില്ല. ഒരുപാട് നേരം പാലക്ക് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പോഷകാംശങ്ങളും നഷ്ടപ്പെടും. ആ സമയം കൊണ്ട് ഞാനിവിടെ ഫ്രീസറിൽ നിന്ന് പനീർ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും നമ്മുടെ പനീർ. ആ സമയത്ത് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കറിയിലിട്ട് കഴിഞ്ഞാൽ ഒരു ഹാർഡായിട്ടിരിക്കും. എപ്പോഴും അങ്ങനെ ചെയ്യണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീറാണെങ്കിലും അതേപോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പനീറാണെങ്കിലും നമ്മൾ ഫ്രീസറിലാണല്ലോ സൂക്ഷിക്കുക. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ തീ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മുടെ പാലക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് കിടക്കട്ടെ. അതിനുശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. എന്നിട്ട് ഐസ് വാട്ടറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്കിംഗ് സ്റ്റോപ്പ് ആയിക്കോളൂ ഐസ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 20 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇത് ഞാൻ പറഞ്ഞ പോലെ എടുത്ത് ഒരു പാത്രത്തിൽ ഐസ് വാട്ടർ എടുക്കുക. അതിലോട്ടങ്ങ് ഇടാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഐസ് വാട്ടർ ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിലെങ്കിലും ഇടാം കേട്ടോ. അപ്പോഴാണ് ആ കുക്കിംഗ് സ്റ്റോപ്പ് ആവുക. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റും പോവും. അപ്പോൾ ഇതാ നമ്മുടെ പാലക്ക് ഞാൻ ഐസ് വാട്ടറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവരാം. അരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനത് പാലക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു കടായി എടുക്കുക. ഒരു ചീനച്ചട്ടിയോ അടികട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു അല്പം ബട്ടറും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജീരകം പൊട്ടിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജീരകം പൊട്ടിക്കണം. അതായത് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. അത് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ജീരകത്തിൻ്റെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഈ സമയത്ത് ജീരകം ഇടുന്നില്ല കേട്ടോ. ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്നത് ഒരു അല്പം ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞത്, 1/2 ടീസ്പൂണൊക്കെ വരും. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക് വലുത് നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഇടുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്താൽ മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിന്നെ എൻ്റെ മക്കൾ ഇച്ചിരി വലുതായത് കൊണ്ട് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നൈസാക്കിയാണ് കട്ട് ചെയ്തിട്ടേക്കണമെന്ന് മാത്രം. അപ്പോൾ അത് നമ്മുടെ വീട്ടിലത്തെ അനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സവാള നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാള വേണ്ട. ഇപ്പോൾ 1/2 സവാളയാണെങ്കിലും മതിയാവും. ഞാനിപ്പോൾ ഒരു സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഇത് നല്ല ആയിട്ടങ്ങ് വാടട്ടെ കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന വരെ അതങ്ങ് വാട്ടി കൊടുക്കണം. ഈ പനീർ ഐറ്റംസൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, പനീറിനോട് മലയാളികൾക്ക് പൊതുവേ താല്പര്യം കുറവാന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ലതാണത്. അപ്പോൾ പനീർ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പനീർ വീട്ടിലുണ്ടാക്കുക, അതിന് ശേഷം പനീറിൻ്റെ റെസിപ്പീസൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഐറ്റമാണ് പനീർ. പനീർ വെച്ചിട്ട് അവർ എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടമാണ് അല്ലേ. ഇനി എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പനീറിനോട് പൊതുവെ വലിയ താല്പര്യമില്ല, എങ്കിൽ പോലും എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു റെസിപ്പി പനീറിൻ്റെ വെച്ച് ഞാൻ ഉണ്ടാക്കാറുണ്ട്, പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ പനീർ ബട്ടർ മസാലയൊക്കെ ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ കുക്കറിൽ ഉണ്ടാക്കുന്ന പനീറിൻ്റെ കറി നിങ്ങൾ ചെയ്തിട്ടില്ലേ, ഒരുപാട് ഈസിയാണ് അതൊക്കെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നല്ല ഒരു ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഇനി തീ നമുക്ക് സിമ്മിലോട്ട് മാറ്റണം. അതിലോട്ട് നമുക്കിനി മസാല പൗഡേഴ്സ് ആഡ് ചെയ്യണം. മസാല പൗഡർ എന്ന് പറയുന്നത് എരിവുള്ള മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ ഇടാം. ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത്, 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. ഗരം മസാല എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോൾ ഗരം മസാല ആദ്യം തന്നെ ഇട്ട് വഴറ്റാം. പക്ഷേ ഞാനിവിടെ പൗഡറാണ് ഇടുന്നത്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, മല്ലിയില്ലേ, മൊത്തത്തിലുള്ള മല്ലിയും അതുപോലെ തന്നെ അതായത് 1/2 ടേബിൾ സ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും അതായത് ക്യൂമിൻ പൗഡറും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണത്. ഒരുപാട് നൈസായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് തരിതരിയോടുകൂടി പൊടിച്ച് വെച്ചിരിക്കുന്നത്, അത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഹോൾ മല്ലിയും അതുപോലെ തന്നെ ഹോളായിട്ടുള്ള ജീരകവും ഇല്ലയെന്നുണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി. പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്, അതായത് ഉലുവയില ഉണക്കിയതാണ്. അതും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയിട്ട് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിൽ മോസ്റ്റ്ലി എല്ലാത്തിലും ഈ ഉലുവയുടെ ഇല അതായത് കസൂരി മേത്തി നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ, എന്നാൽ ഉണ്ടെങ്കിൽ അത് ഇടുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ, ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ പകുതി തക്കാളി ചേർക്കുന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി ഇതിൽ ഇച്ചിരി ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പുളി കൂടാതിരിക്കാനാണ് ഞാൻ പകുതി തക്കാളി എടുത്തിരിക്കുന്നത്. പുളി എരിവൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം, ലോ ഫ്ലെയിമിൽ നിന്ന് അടച്ചു വെച്ചിട്ട് അതങ്ങ് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഇതൊന്നും കടിക്കണ്ട എന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ അരയ്ക്കാനൊന്നും പോകുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തങ്ങ് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിന് ശേഷം അതിലോട്ട് നമ്മുടെ പനീറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നു. അതിലോട്ട് നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. 250 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഈ പനീർ ഇതിൽ കിടന്നിട്ട് ഗ്രേവിയിൽ കിടന്നൊന്ന് കുക്കാവട്ടെ. അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കുറച്ചും കൂടെ റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം, അതല്ലെങ്കിൽ ക്രീം ചേർക്കാം. പിന്നെ എൻ്റെ ഒരു പൊടിക്കൈന്ന് പറഞ്ഞാൽ ഒരു നുള്ളു പഞ്ചസാര ഞാൻ ഇതിൽ ചേർക്കാം. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഗ്രേവി അത്യാവശ്യം 3 മിനിറ്റോളം തിളച്ച് അതിലോട്ട് നമ്മുടെ പാലക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല. പിന്നെ തിക്നെസ് വേണം, ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തിക്നെസ് കൂടും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലൂസായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. പാടില്ല, നമ്മൾ ഓൾറെഡി ഇത് ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ള പാലക്കാണ്, അപ്പോൾ പിന്നെ പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാനിതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് മാത്രം അല്പം കുറവാണ്. ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്തേ. ഇനി നമുക്ക് ഒരു നുള്ളു പഞ്ചസാര തൂക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ്. ഓവറാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. ചെറിയൊരു പുളിപ്പിന് വേണ്ടി മാത്രം. തക്കാളിക്ക് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലെമൺ ജ്യൂസിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു പച്ച കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഫൈനലി ഒരു ഇച്ചിരിയും കൂടെ കസൂരി മേത്തി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടെ അങ്ങ് തൂക്കി കൊടുക്കാം. മിക്സ് ചെയ്യുക. ഫൈനലി ഒന്നും കൂടെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം, സംഭവം കുശാലായിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പാലക് പനീർ റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ചപ്പാത്തിയുടെ കൂടെയോ ഫുൽക്കയുടെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയുക പൂരിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായി റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായി ഒറ്റയ്ക്ക് നടക്കാനിറങ്ങി. കാതിരുന്നിട്ട് എന്തൊക്കെയോ പ്രോബ്ലംസ്, നമ്മൾ ശീലിച്ച കാര്യങ്ങളില്ലാണ്ടാവുമ്പോഴേ വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കാണെങ്കിലും സാരമില്ല, നടക്കാം തുടങ്ങാമെന്ന്. 2-3 ദിവസം ഞാൻ ജാൻ്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്നു ലീവുള്ള ദിവസങ്ങളിൽ. ഇവനെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ഇരുട്ട് പോലെയാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ബിൽഡിങ്ങിന് ചുറ്റും അത്യാവശ്യം 1 കിലോമീറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ 2-3 റൗണ്ട് ഒക്കെയാണെന്നുണ്ടെങ്കിൽ 3 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി പതുക്കാരെങ്കിലൊക്കെ കൂട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം ആവശ്യമാണല്ലോ. 1 മാസം നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചു എന്നുള്ളതാണ്. കാരണം വിൻ്ററാണ് ഒന്നാമത്, ഈ സൺലൈറ്റ് കൂടുതൽ കിട്ടുന്നില്ല. അതിൽ പൊതുവെ സൺലൈറ്റ് കുറവാണല്ലോ. അപ്പോൾ സൺലൈറ്റ് ഇല്ലാതായപ്പോൾ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈറ്റമിൻ B12 D ഡെഫിഷ്യൻസിയുടെ കാര്യം. അത് വീണ്ടും എനിക്ക് വന്നു. ഭയങ്കര മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പഴയപടി ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ കയറി. അപ്പോൾ D3 കുറഞ്ഞു. അപ്പോൾ അതാ ഇനി കഴിഞ്ഞ ദിവസം പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഞ്ചക്ഷൻ മാസത്തിൽ 1 വീതം അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ വെയിലൊക്കെ കൊള്ളുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നല്ല കുട്ടിയാവാം, മടിയൊക്കെ മാറ്റി വയ്ക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വെയിലൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും അറ്റ്ലീസ്റ്റ് നടക്കാലോ എന്ന് വിചാരിച്ചു. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എൻ്റെലി ഡിഫറെൻറ്റ് കാഴ്ചകളാണ്. നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തുള്ള പോലെയല്ല. പിന്നെ ആൾക്കാരൊക്കെ കുറവാണ്. പുതിയ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഒറ്റയ്ക്കായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബോറടിയാണ് കേട്ടോ. നാൻസി കുട്ടി ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നു. എന്താ ചെയ്യുക അല്ലേ. നാൻസി ഇനിയിപ്പോൾ നാട്ടിൽ പോകാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാൻസിക്ക് വിഷമമായില്ലേ. നാൻസി നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാലാണ് ഞാൻ വീട് മാറിയത്. സത്യം പറയല്ലോ, നാൻസി കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നാൻസി മാർച്ചിൽ പിള്ളേരെ പരീക്ഷ കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലാവാൻ പോവാണ്. അതുകൊണ്ടാണ് ഞാൻ വീട് മാറിയത്. നമ്മുടെ സ്ഥലത്തി ഒറ്റയ്ക്കുള്ള നടത്തം കംപ്ലീറ്റ് ചെയ്തു, തിരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഗുഡ് ഡേ.